നമസ്തേ. നമുക്ക് ഒരു വീട് എത്രത്തോളം പ്രാധാന്യമാണോ അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട് ആ വീടിൻ്റെ അല്ലെങ്കിൽ ആ വസ്തുവിലേക്ക് കടന്നു വരുന്ന ഗേറ്റിന്റെ സ്ഥാനം. ഗേറ്റിനും മതിലിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഒരു വീട് നമ്മൾ കൺസൾട്ട് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്ക് ആ വീടിന്റെ തെക്ക് വശത്തെ മതില് വളരെ ഹൈറ്റ് കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം വടക്ക് വശത്തെ മതില് നല്ല ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാസ്തുവിൽ അത് തെറ്റാണ്. വാസ്തുവിൽ ഒന്നുകിൽ ഒരേ ഹൈറ്റിൽ തന്നെ 4 ഭാഗത്തും മതിൽ പണിയുക. അതല്ലെന്നുണ്ടെങ്കിൽ തെക്കും പടിഞ്ഞാറും മതിൽ ഉയർത്തി ചെയ്യുന്നത് കൊണ്ട് ദോഷമില്ല. അതേസമയം വടക്കും കിഴക്കും ഉയർത്തി ചെയ്യാൻ പാടില്ല. തെക്കിനെക്കാട്ടിയും പടിഞ്ഞാറിനെക്കാട്ടിയും ഉയർത്തി വടക്കിലോ കിഴക്കിലോ മതിൽ ഉയർത്തി പണിയാനായിട്ട് പാടില്ല. അത് ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം കാര്യം. ഇനി ഒരു വസ്തുവിൽ വീട് വെക്കുന്നതിനും പ്രാധാന്യമുണ്ട്. നമ്മളൊരു വസ്തു എടുക്കുമ്പോൾ അതിൽ വീട് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് മുറ്റം നമ്മൾ തെക്ക് സൈഡിൽ കൊടുത്തുകൊണ്ട് വേണം വീട് വെക്കാൻ. തെക്ക് സൈഡിനേക്കാൾ കൂടുതൽ മുറ്റം എവിടെ ഉണ്ടായിരിക്കണം? വടക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പടിഞ്ഞാറ് സൈഡിനേക്കാൾ കൂടുതൽ മുറ്റം എവിടെ ഉണ്ടായിരിക്കണം? കിഴക്കുണ്ടായിരിക്കണം. അപ്പം വാസ്തുവിൽ ഏറ്റവും കൂടുതൽ മുറ്റം വരേണ്ടത് എവിടെയാണ്? കിഴക്കാണ്. അപ്പോൾ വീട് ഏത് ഭാഗത്തേക്ക് ഒതുങ്ങിയിരിക്കും? കന്നിമൂല ഭാഗത്തേക്ക് ഒതുങ്ങിയിരിക്കുകയും ഈശാന്യകോണിന്റെ ഏരിയ വളരെ വിസ്താരമായി ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് വാസ്തുപ്രകാരം ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ മതിലായി, പിന്നെന്തായി, വീട് ഏത് ഭാഗത്ത് വരണമെന്നുള്ളതായി. ഇനി ഗേറ്റിന്റെ സ്ഥാനം. ഗേറ്റിന്റെ സ്ഥാനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഞാനതൊരു പ്ലാൻ വരച്ച് കാണിക്കാം. ഇത് നമ്മളുടെ ഒരു ഭൂമി, നമ്മുടെ ലാൻഡ് ആണെന്ന് കരുതുക. ഇതിൽ ദിക്കുകളുണ്ട്. ഇവിടെ തെക്ക് വന്നു സൗത്ത്, ഇവിടെ നോർത്ത് വന്നു വടക്ക്, ഇവിടെ വെസ്റ്റ് വന്നു പടിഞ്ഞാറ്, ഇവിടെ ഈസ്റ്റ് വന്നു കിഴക്ക്. ഇനി ഇവിടെ ഈ സൗത്ത് ഈസ്റ്റ് ഭാഗം, ഇവിടെ ഏത് ഭാഗമാണ്? സൗത്ത് വെസ്റ്റ് കന്നിമൂലയാണ്. ഇവിടെയോ നോർത്ത് വെസ്റ്റ് വായുകോണ്, ഇവിടെ നോർത്ത് ഈസ്റ്റ് ഈശാനകോണ്. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് ദിക്കുകൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എവിടെയാണ് ഈ വീടിന്റെ ദർശനം എന്ന് നോക്കുന്നു. ഈ വീടിന്റെ ദർശനം കിഴക്കാണെന്ന് കരുതുക. കിഴക്ക് ദർശനമായ വീടാണ്. കിഴക്ക് ദർശനമായ വീട്ടിൽ നമുക്ക് ഗേറ്റ് എവിടെ വരാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ സൗത്ത് ഈസ്റ്റിൽ നിന്നും നോർത്ത് ഈസ്റ്റ് വരെയുള്ള ഫുള്ള് ലെന്ത് എടുത്തിട്ട് അതിന്റെ കറക്റ്റ് സെന്റർ എടുത്തു. അപ്പം ഇവിടെ 80 അടി ഉണ്ടെന്ന് കാണുക. അപ്പം 40 അടി ഇവിടെ വരെയുണ്ട്. 40 അടി പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇത് 40 അടിയാണ്. അത് അതിന്റെ കറക്റ്റ് പകുതിയിലാണ്. എന്നിട്ട് ഈ 40 അടി എന്ന് പറയുന്നത് ഈസ്റ്റ് ആണല്ലോ, അവിടെ മുതൽ നോർത്ത് ഈസ്റ്റ് വരെയുള്ള ഭാഗത്ത് നമുക്ക് ഗേറ്റ് പണിയാം. വീടിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, വസ്തുവിന്റെ കാര്യമാണ് പറയുന്നത്. ഗേറ്റ് പണിയാം. ഇതിൽ ഏറ്റവും നല്ലത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോർണർ വിട്ടിട്ട് ഈ ഭാഗത്ത് ഗേറ്റ് പണിയുന്നതാണ് ഏറ്റവും നല്ലതായി വാസ്തുവിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഗേറ്റിന്റെ സ്ഥാനമായി. ഇനി വടക്ക് ദർശനമുള്ള വീടാണെന്ന് കരുതുക. വടക്ക് ദർശനമുള്ള വീട്ടിൽ എങ്ങനെ ഗേറ്റ് പണിയാം? നോർത്ത് ഈസ്റ്റിൽ നിന്നും നോർത്ത് വെസ്റ്റ് വരെയുള്ള ലെന്ത് എടുത്ത് അതിന്റെ സെന്റർ എടുത്തു. ആ സെന്ററിൽ നിന്നും നോർത്ത് ഈസ്റ്റ് വരെയുള്ള ഭാഗത്ത് നമുക്ക് എന്ത് പണിയാം? ഗേറ്റ് പണിയാം. അവിടെയും ഏറ്റവും നല്ല ഭാഗം എവിടെയാണ്? ഈ നോർത്ത് ഈസ്റ്റിന്റെ നോർത്തിലാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിന്റെ ഈസ്റ്റും നോർത്ത് ഈസ്റ്റിന്റെ നോർത്തുമാണ്. ഇങ്ങനെയാണ് ഗേറ്റ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഗേറ്റ് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഈ ഗേറ്റ് പുരുഷന് കൂടുതൽ ഗുണകരവും ഈ ഗേറ്റ് സ്ത്രീക്ക് കൂടുതൽ ഗുണകരവുമായി വാസ്തുവിൽ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ് ആ ഗേറ്റ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി 2 ദിക്കുകൾ നമ്മൾ പറഞ്ഞു, അതിൽ ഗേറ്റ് എവിടെ വരാമെന്നും പറഞ്ഞു. മൂന്നാമത്തെ ഒരു ദിക്ക് തെക്ക് ദർശനമുള്ള ഒരു വസ്തുവാണ്. ഇതിന് ഗേറ്റ് എവിടെ പണിയാം? സൗത്ത് ഈസ്റ്റ് മുതൽ സൗത്ത് വെസ്റ്റ് വരെയുള്ള ഫുള്ള് ലെന്ത് എടുത്ത് അതിന്റെ പകുതി എടുത്തിട്ട് ഇത്രയും ഭാഗത്ത് നമുക്ക് ഗേറ്റ് പണിയാം. ഏറ്റവും ഉത്തമം ഈ ഭാഗമായിട്ട് ചെയ്യാം. ഇനി വെസ്റ്റ് ദർശനമുള്ള ഒരു വസ്തു, അതിന് നമ്മൾ ഗേറ്റ് പണിയുമ്പോൾ ഫുള്ള് സൗത്ത് വെസ്റ്റിൽ നിന്നും നോർത്ത് വെസ്റ്റ് വരെയുള്ള ഫുള്ള് ലെന്ത് എടുത്തു, അതിന്റെ സെന്റർ എടുത്തു. സെൻട്രലിൽ നിന്നും നോർത്ത് വെസ്റ്റ് വരെയുള്ള ഭാഗത്ത് ഗേറ്റ് പണിയും. അപ്പോൾ ഇവിടെ ഗേറ്റ് വെച്ചിട്ടുണ്ടെങ്കിലോ, ഈ ഭാഗത്താണ് ഗേറ്റെങ്കിലോ, ഇത് വാസ്തുപ്രകാരം നല്ലതല്ല. ഈ ഗേറ്റ് നീച്ചത്തിലാണ്. ഇവിടെ ആണെങ്കിലോ ഇതും വാസ്തുപ്രകാരം നല്ലതല്ല, ഇത് നീച്ചത്തിലാണ്. ഇവിടെ നമുക്ക് ഉച്ചത്തിലാണ്, ഇത് ഉച്ചത്തിലല്ല, ഇത് നീച്ചത്തിലാണ്. ഈ ഭാഗത്ത് നമുക്ക് ഗേറ്റ് പാടില്ല. ഇനി ചില വീടുകളിൽ ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത്, അവർ പറയുന്നത് എത്ര പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല സാറേ, 10 പൈസ കയ്യിലില്ല എന്നാണ് അവര് പറയുന്നത്. അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അവരുടെ ഗേറ്റാണ്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്തൊരു ഗേറ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. കാര്യം എന്താണ്? അവരുടെ കന്നിമൂല ഭാഗത്താണ് അവിടെ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഗേറ്റ് വന്നാലും സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ എത്ര പൈസ കയ്യിൽ വന്നാലും കയ്യിൽ നിൽക്കുന്നില്ല. അപ്പൊ നമ്മളൊരു വീട് വെക്കുമ്പോൾ
തെക്കും പടിഞ്ഞാറും അടഞ്ഞ് വടക്കും കിഴക്കും തുറന്നു നിൽക്കണം. ഇപ്പൊ തന്നെ ഈ ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പറയാലോ, ഈ വടക്ക് കിഴക്ക് ഭാഗം എങ്ങനെയാണ് ഓപ്പൺ ആക്കാന്നാ പറയുന്നത്. ഈ രണ്ട് ദിക്കും ഓപ്പൺ ആക്കാന്നാ പറയുന്നത്. കാരണം അത് നമുക്ക് കൂടുതൽ എനർജി തരും. അതേസമയം ഈ രണ്ട് ദിക്ക് നിങ്ങൾ ഓപ്പൺ ആക്കിക്കൂടാ, ഇവിടെ ക്ലോസ് ആയിട്ട് വെക്കണമെന്നാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പോ തെക്ക് പടിഞ്ഞാറ് ഗേറ്റ് ഉണ്ടെങ്കിൽ കയ്യിൽ കാശ് കാണില്ല. ഇനി അടുത്ത സമയത്താണ് ഞാൻ ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്ക് ഇവരുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് ഈ ഭാഗത്ത് അപ്പുറത്തെ വീട്ടുകാരൊരു ഗേറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഗേറ്റ് കൊണ്ട് വെച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഈ ഭാഗത്തൂടെ അവർ പോവുകയും വരികയും ചെയ്യുന്നു. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണോ? അല്ല. കാര്യം എന്താണ്? ഇത് അവരുടെ കന്നിമൂല ഓപ്പൺ ആയി. അപ്പൊ കന്നിമൂല ഒരു കാരണവശാലും ഓപ്പൺ ചെയ്യാൻ പാടില്ല. കന്നിമൂല ഭാഗത്ത് ഗേറ്റും വരാൻ പാടില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇനി ഇതിങ്ങനെ വന്നു പോയാൽ അതിന് പല പരിഹാരങ്ങളുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ അതാത് സൈറ്റുകളിൽ പോയി നോക്കിയതിന് ശേഷമാണ് അതിന് നിർദ്ദേശിക്കുന്നത്. എന്നാലും നമുക്ക് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, വീടെടുത്തു, ഇതിനകത്ത് വീട് പണിഞ്ഞിരിക്കുകയാണ്. വീട് പണിയുമ്പോൾ ഇതിന്റെ മെയിൻ ഡോർ ഈ ഭാഗത്താണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്വീകരണ മുറി ഇതാണ്. സ്വീകരണ മുറിയിൽ 2 പിയാവോയുടെ സ്റ്റാച്ചു വെക്കുക, ഒരു പേർ വെക്കുക. പേർ വെച്ചിട്ട് അത് രണ്ടും എങ്ങോട്ട് നോക്കണം? നമ്മളുടെ മെയിൻ ഡോറിലേക്ക് നോക്കിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ വെൽത്ത് ലോസ് തടയുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അടുത്തൊരു കാര്യം, ഈ മെയിൻ ഡോറിന്റെ പിടിയിൽ, ഡോറിനകത്ത് 6 ചൈനീസ് നാണയങ്ങൾ കെട്ടിയിടുന്നതും നമ്മുടെ പൈസ കയ്യിൽ നിൽക്കാനായിട്ട് നല്ലതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അമത്തീസ്റ്റിന്റെ സ്റ്റോൺ ഈ ഭാഗത്ത് കെട്ടിയിടുന്നതും നമ്മുടെ കയ്യിൽ പൈസ നിൽക്കാനായിട്ട് നല്ലതായി ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പം ഇത്തരം റെമഡികൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.